മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരതവംശത്തിൻ്റെ കഥയാണ് വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറഞ്ഞു നിർത്തിയത്. ഭരതവംശത്തിൻ്റെ കഥ പറഞ്ഞതിനു ശേഷം വൈശമ്പായനൻ ജനമേജയ മഹാരാജാവിനോട് പറഞ്ഞു, ദക്ഷപ്രജാപതി, വൈവസ്വതമനു, ഭരതൻ, പുരു, കുരു, അജമീഡൻ, യാദവർ, കൗരവർ, ഭരതർ ഇവരുടെയൊക്കെ വംശചരിത്രം കേൾക്കുന്നതും മഹത്തരമാണ്. അതും ഞാൻ പറയാം. പ്രചീന ബർഹസിൽ നിന്നാണ് പ്രചേതസ്സുകൾ ഉണ്ടാകുന്നത്. പ്രാചേതസ്സിൽ നിന്ന് ദക്ഷൻ ജനിച്ചു. ദക്ഷനിൽ നിന്നാണ് ഈ കാണുന്ന പ്രജയെല്ലാം ഉണ്ടായത്. അവൻ ലോകത്തിൻ്റെ പിതാമഹനാണ്. ദക്ഷന് വീരണി എന്ന ഭാര്യയിൽ 1000 സന്താനങ്ങൾ ജനിച്ചു. നാരദനാണ് ആ പുത്രന്മാർക്കു വേണ്ട വിദ്യ അഭ്യസിപ്പിച്ചത്. പിന്നെ പ്രജാസൃഷ്ടിക്കായി ആഗ്രഹിച്ച ദക്ഷൻ 50 കന്യകമാരെ ജനിപ്പിച്ചു. അതിൽ 10 പേരെയാണ് ധർമ്മജന് നൽകിയത്. 13 പേരെ കശ്യപന് നൽകി. 27 പേരെ ചന്ദ്രന് ഭാര്യയായി നൽകി. കശ്യപൻ്റെ ഭാര്യയായ അദിതിയിൽ ആദിത്യന്മാരെ ജനിപ്പിച്ചു. പിന്നെ ഇന്ദ്രാദിദേവന്മാരെയും വിവസ്വാനെയും ജനിപ്പിച്ചു. വിവസ്വാന്റെ പുത്രനാണ് യമൻ. ആദ്യമുണ്ടായത് മനുവാണ്. മനുവിൻ്റെ കുലത്തിൽ ജനിച്ചവരാണ് മാനവന്മാർ. ബ്രാഹ്മണ ക്ഷത്രിയാദികൾ മനുവിൽ നിന്നും ഉണ്ടായവരാണ്. വേനൻ, തൃഷ്ണ, നരിഷ്യന്തൻ, നാഭാഗൻ, ഇക്ഷ്വാകു, കാരൂഷൻ, ശര്യാദി, ഇള എന്ന മകൾ, പൃഷഘ്നൻ, അരിഷൻ എന്നിവർ മനുവിൻ്റെ പ്രധാന 10 മക്കളാണ്. പിന്നീട് 50 മക്കൾ വേറെ ഉണ്ടായി. അവരെല്ലാം തമ്മിൽ പോരടിച്ച് മരിച്ചു. ഇള എന്ന പുത്രിക്ക് പിറന്നവനാണ് പ്രസിദ്ധനായ പുരൂരവൻ. അവൾ തന്നെയായിരുന്നു പുരൂരവന് അച്ഛനും അമ്മയും. 2 രൂപവും ഇളയിൽ തന്നെ ഉണ്ടായി. പെണ്ണ് ആണായവനാണ്. 13 ദ്വീപുകളിൽ പുരൂരവൻ ഭരണം നടത്തി. അവൻ ബ്രാഹ്മണരുമായി വഴക്കടിച്ചു. അവരുടെ ദ്രവ്യങ്ങൾ അപഹരിച്ചു. ബ്രഹ്മലോകത്തു നിന്നു വന്ന സനൽകുമാരൻ പുരൂരവനെ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുരൂരവൻ ചെവിക്കൊണ്ടില്ല. ആ മുനി അവനെ ശപിച്ചു. മുനിശാപത്താൽ രാജാവ് ബോധമറ്റ് വീണു. ഉർവശിയുടെ സുഹൃത്തായ ആ രാജാവ് സ്വർഗത്തു നിന്നും 3 അഗ്നികളെ ക്രിയയ്ക്കു വേണ്ടി യഥാവിധി കൊണ്ടുവന്നു. പുരൂരവന് 6 പുത്രന്മാർ ഉണ്ടായി. ആയു, ധീമാൻ, അമാവസ്, ദൃഢായുസ്, ആയുസ്, ശതായുസ് എന്നിവരാണ് അവർ. ഇവർ പുരൂരവന് ഉർവശിയിൽ പിറന്ന പുത്രന്മാരാണ്. ആയുസ്സിന് നഹുഷൻ, വൃദ്ധശർമാവ്, അനേനസ്, ഗയൻ, രജി, സൊർഭാനു എന്നീ പുത്രന്മാരുണ്ടായി. നഹുഷൻ നല്ല നിലയിലാണ് രാജ്യം ഭരിച്ചത്. യതി, യയാതി, അയാതി, അയതി, സംയാതി, ധ്രുവൻ എന്നീ 6 പുത്രന്മാരാണ് നഹുഷന് ഉണ്ടായത്. മൂത്തവനായ യതി സന്യാസം സ്വീകരിച്ചതിനാൽ രണ്ടാമനായ യയാതി രാജാവായി. യയാതിക്ക് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്, ദേവയാനിയും ശർമ്മിഷ്ഠയും. ദേവയാനിയിൽ യദു, തുർവസു
എന്നീ 2 പുത്രന്മാരുണ്ടായപ്പോൾ ശർമ്മിഷ്ഠയിൽ ദ്രൂഹു, അനു, പൂരു എന്നീ 3 പുത്രന്മാരുണ്ടായി. വളരെക്കാലം രാജ്യം ഭരിച്ച യയാതിക്ക് ശുക്രാചാര്യ മുനിയുടെ ശാപം മൂലം ജരാനര ബാധിച്ചു. പുത്രന്മാർ ആരെങ്കിലും ഈ ജരാനര ഏറ്റാൽ രാജാവിൻ്റെ ജരാനര തീരുമെന്ന് മുനി ശാപമോക്ഷവും കൊടുത്തു. രാജാവ് ദേവയാനി പുത്രരോട് തൻ്റെ ഈ ജരയേൽക്കാൻ പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. ശർമ്മിഷ്ഠയുടെ മകനായ പൂരു അതിന് തയ്യാറായി. അങ്ങനെ പൂരുവിൻ്റെ യൗവനം സ്വീകരിച്ച യയാതി വളരെക്കാലം സുഖഭോഗങ്ങൾ അനുഭവിച്ചു. ജരാനരയേറ്റ പൂരു രാജ്യം ഭരിച്ചു. വിശ്വാജി എന്ന അപ്സരസിനോടൊപ്പം യയാതി 1000 വർഷമാണ് സുഖിമാനായി കഴിഞ്ഞത്. ഒടുവിൽ രാജാവിൻ്റെ തൃഷ്ണ നശിച്ചു. പൂരുവിൽ നിന്ന് ജരാനര ഏറ്റുവാങ്ങി യൗവനം തിരിച്ചു കൊടുത്തിട്ട് യയാതി കാട്ടിലേക്ക് തപസ്സിനായി പോയി. ഈ പൂരുവിൽ നിന്നാണ് പൗരവവംശം ഉണ്ടായത്. കഥ പറഞ്ഞുകൊണ്ടിരുന്ന വൈശമ്പായനോട് ജനമേജയൻ ഇപ്രകാരം ചോദിച്ചു: യയാതി കിട്ടാൻ പ്രയാസമായ ശുക്രാചാര്യരുടെ പുത്രിയെ എങ്ങനെ വിവാഹം ചെയ്തു? ആ കഥയൊക്കെ വിശദമായി പറഞ്ഞാലും മഹാമുനി. ആ ചരിത്രം ഞാൻ വിസ്തരിച്ച് പറയാമെന്ന് വൈശമ്പായന മുനി പറഞ്ഞു. പണ്ട് ദേവന്മാരും അസുരന്മാരും 3 ലോകത്തിലുമുള്ള ഐശ്വര്യങ്ങൾ സ്വന്തമാക്കാൻ മത്സരം തുടങ്ങി. ദേവന്മാർ ബൃഹസ്പതിയെ ആചാര്യനാക്കിയപ്പോൾ അസുരന്മാർ ശുക്രാചാര്യരെയാണ് ആചാര്യനാക്കിയത്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന അസുരന്മാരെ മന്ത്രവിദ്യ കൊണ്ട് ശുക്രമുനി ജീവിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അസുരന്മാർ കൊല്ലുന്ന ദേവന്മാരാകട്ടെ ജീവിച്ചിരിപ്പാൻ ബൃഹസ്പതിക്ക്, അല്ലെങ്കിൽ അവരെ ജീവിപ്പിക്കുവാൻ ബൃഹസ്പതിക്ക് കഴിയുമായിരുന്നില്ല. മരിച്ചവരെ ജനിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രം ശുക്രാചാര്യർക്കു മാത്രമാണ് അറിവുണ്ടായിരുന്നത്. ഇതിൽ ദേവന്മാർ വിഷമിച്ചു. കാവ്യൻ എന്നുകൂടി പേരുള്ള ശുക്രമുനിയോടുള്ള ഭയത്താൽ ആ ഭയം തീർക്കുന്നതിന് ബൃഹസ്പതിയുടെ പുത്രനായ കജനെ ദേവന്മാർ ചെന്ന് കണ്ടു. ശുക്രാചാര്യൻ്റെ കൈവശമുള്ള മന്ത്രം എങ്ങനെയും നീ പഠിച്ചെടുക്കണമെന്നായിരുന്നു ദേവന്മാരുടെ ആവശ്യം. അസുര രാജാവായ വൃഷപർവാവിൻ്റെ രാജ്യത്ത് താമസിക്കുന്ന ആ മുനിയെ നീ ചെന്ന് കണ്ട് ഭജിക്കുക. അദ്ദേഹത്തിന് പൂജകൾ ചെയ്യുവാൻ കെൽപ്പുള്ളവനാണ് നീ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുത്രിയായ ദേവയാനിക്ക് നിന്നിൽ ഇഷ്ടമുണ്ടായാൽ കാര്യങ്ങൾ എളുപ്പമായി. നിനക്ക് മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാൻ കഴിയും. അപ്രകാരമാകാമെന്ന് പറഞ്ഞ് കജൻ വൃഷപർവാവിൻ്റെ അടുത്തെത്തി. അവൻ ശുക്രാചാര്യരെ ചെന്ന് കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഗുരു, ഞാൻ അങ്കിരസിൻ്റെ പൗത്രനും ബൃഹസ്പതിയുടെ പുത്രനുമായ കജനാണ്. ഭവാൻ എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. ഭവാന്റെ അരികിൽ 1000 വർഷം ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുവാൻ എന്നെ അനുവദിക്കണം. ശുക്രാചാര്യൻ കജനെ ശിഷ്യനായി സ്വീകരിച്ചു. അവൻ ആശ്രമത്തിൽ താമസം തുടങ്ങി മഹാവ്രതം ആചരിച്ചു. അങ്ങനെ ശുക്രാചാര്യൻ്റെ ശിഷ്യനായി തീർന്ന കജൻ മഹാവ്രതം ആചരിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞു. വ്രതത്തിന് ഉചിതമായ വിധം അവൻ ഗുരുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചു. ഗുരുവിൻ്റെയും ഗുരുപുത്രി ദേവയാനിയുടെയും പ്രീതി പിടിച്ചു പറ്റാൻ അവൻ ആട്ടവും പാട്ടുമൊക്കെ നടത്തി. യുവസഹജമായ എല്ലാ ചേഷ്ടകളും അവൻ ദേവയാനിയോട് കാണിച്ചു. ഫലങ്ങളും
പുഷ്പങ്ങളും കൊണ്ടുവന്നു കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ചു. വ്രതം പാലിച്ചു കഴിയുന്ന കജനോട് ദേവയാനിക്ക് അനുരാഗമുണ്ടായി. അങ്ങനെ 500 വർഷമാണ് കജൻ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ വ്രതാനുഷ്ഠാനത്തിൽ കഴിഞ്ഞത്. അങ്ങനെ കഴിയവേ അസുരന്മാർ കജനെപ്പറ്റി മനസ്സിലാക്കി. അവൻ്റെ ഉദ്ദേശമെന്താണെന്ന് അവർ മനസ്സിലാക്കി. എങ്ങനെയും കജനെ ഇല്ലാതാക്കണമെന്ന് അസുരന്മാർ തീർച്ചപ്പെടുത്തി. കജൻ ആശ്രമത്തിൽ കഴിയുമ്പോൾ ആശ്രമത്തിലെ കന്നുകാലികളെ മേയ്ക്കാൻ അവൻ ഒറ്റയ്ക്ക് കാട്ടിൽ പോകുമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വച്ച് കജനെ അസുരന്മാർ പിടികൂടി കൊന്നു. ദേവഗുരുവായ ബൃഹസ്പതിയോടുള്ള വൈരാഗ്യവും ശുക്രാചാര്യൻ്റെ മന്ത്രവിദ്യ സംരക്ഷിക്കണമെന്ന ചിന്തയുള്ളതിനാലുമാണ് അസുരന്മാർ ഇപ്രകാരം ചെയ്തത്. കജനെ കൊല്ലുക മാത്രമല്ല ചെയ്തത്, ശരീരം കഷണങ്ങളാക്കി വെട്ടിനുറുക്കി ചെന്നായ്ക്കൾക്ക് തിന്നാൻ എറിഞ്ഞുകൊടുത്തു. അന്ന് പശുക്കൾ മാത്രമാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയത്. കജനെ കാണാൻ ദേവയാനി വിഷമിച്ചു. എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നവൾ ശങ്കിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അച്ഛനായ ശുക്രാചാര്യരുടെ അടുത്തു ചെന്നു. അച്ഛാ, സൂര്യൻ അസ്തമിച്ചിട്ടും കജനെ കാണുന്നില്ല. പശുക്കളെല്ലാം കജനെ കൂടാതെയാണ് വന്നത്. അവൻ മരിച്ചുപോ. എൻ്റെ മനസ്സാകെ ചുട്ടുപൊള്ളുന്നു. അവനെ ആരെങ്കിലും കൊന്നു കളഞ്ഞുവോ? അവനേതോ ആപത്ത് പറ്റിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ശുക്രാചാര്യൻ സാന്ത്വനത്തോടെ മകളോട് പറഞ്ഞു, പുത്രി, അവൻ മരിച്ചാൽ ഞാൻ ജീവിപ്പിക്കും, നീ കരയാതെ. പിന്നെ മൃതസഞ്ജീവിനി മന്ത്രം ചൊല്ലി മുനി അവനെ വിളിച്ചു. അപ്പോൾ പല ചെന്നായ്ക്കളുടെയും ദേഹം പിളർന്ന് കജൻ്റെ ദേഹാംശങ്ങൾ പുറത്തു വന്നു. അവ കൂടിച്ചേർന്ന് കജനായിത്തീർന്നു. സന്തോഷത്തോടെ കജൻ ആശ്രമത്തിലേക്ക് ഓടിവന്നു. ഇത്ര താമസിച്ചതെന്തേ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ കജൻ പറഞ്ഞു, ചമത, പുല്ല്, വിറക് എന്നിവ ശേഖരിച്ച് പശുക്കളുമായി ആശ്രമത്തിനടുത്തുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ചില അസുരന്മാർ ആയുധങ്ങളുമായി വന്ന് എന്നെ തടഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചു. നീ ആരാണെന്ന് ചോദിച്ചു. ബൃഹസ്പതിയുടെ പുത്രനായ കജനാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ആ ദാനവന്മാർ എന്നെ വെട്ടിക്കൊന്ന് ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവർ പോയി. ആചാര്യൻ മന്ത്രം ചൊല്ലിയപ്പോഴാണ് ഞാൻ നിന്റെ മുൻപിലെത്തിയത്. ഞാൻ എന്ത് നിർഭാഗ്യവാനാണ്. പിന്നൊരു ദിവസം ദേവയാനി പറഞ്ഞതനുസരിച്ച് പൂവ് കൊണ്ടുപോരാൻ കജൻ കാട്ടിലേക്ക് പോയി. അപ്പോഴും അസുരന്മാർ കജനെ പിടികൂടി കൊന്ന് അരച്ച് കടൽ വെള്ളത്തിൽ കലക്കി. അവൻ മടങ്ങി വന്നില്ല. ദേവയാനി നിലവിളിച്ചു. ശുക്രാചാര്യർ വീണ്ടും സഞ്ജീവനി മന്ത്രം ചൊല്ലി കജനെ ജീവിപ്പിച്ചു. ആശ്രമത്തിലെത്തിയ കജൻ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. പിന്നീട് 3ാമത് തവണയും കജനെ പിടിച്ച് അസുരന്മാർ കൊന്നു. ഇത്തവണ കജന്റെ ദേഹം ചുട്ടുകരിച്ച് ചാരമാക്കി മദ്യത്തിൽ കലർത്തി അത് ശുക്രാചാര്യർക്ക് കുടിക്കുവാൻ കൊടുത്തു. പതിവ് മദ്യമാണെന്ന ധാരണയിൽ ശുക്രാചാര്യർ അത് കുടിച്ചു. അസുരന്മാർ വന്ന വഴിക്ക് തിരികെ പോയി. സന്ധ്യയായിട്ടും കജനെ കാണാൻ ദേവയാനി വിഷമിച്ചു. കജന് ആപത്ത് പറ്റിയിട്ടുണ്ടാകുമെന്ന് അവൾ അച്ഛനോട് ആശങ്കയോടെ പറഞ്ഞു. അവനില്ലാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ലെന്നും അവൾ പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, പുത്രി, കജൻ മരിച്ചതു തന്നെ. ഞാൻ ജീവിപ്പിച്ചാലും അസുരന്മാർ അവനെ വീണ്ടും വീണ്ടും കൊല്ലുന്നു. ദേവയാനി, നീ ദുഃഖിക്കരുത്. നീ ഗുരുപുത്രിയാണ്. മരണത്തെപ്പറ്റി ഇങ്ങനെ ദുഃഖിക്കരുത്. ഈ ലോകത്തുള്ളവരെല്ലാം മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. ഈ ശിഷ്യനെ ജീവിപ്പിക്കാൻ പ്രയാസമാണ്. ജീവിപ്പിച്ചാൽ അവൻ പിന്നെയും കൊല്ലപ്പെടുന്നു.
ദേവയാനി പറഞ്ഞു, അച്ഛാ, എനിക്ക് സമാധാനിക്കാൻ കഴിയില്ല. കജനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഞാനും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൻ എനിക്കത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. അച്ഛൻ വിഷമിക്കരുത്. മകളുടെ കരച്ചിൽ കേട്ടും കണ്ടും ശുക്രാചാര്യർ കോപിഷ്ഠനായി, അസുരന്മാരോട് കോപിഷ്ഠനായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോപമാണ് വരുന്നത്. എൻ്റെ ശിഷ്യനെ അസുരന്മാർ കൊല്ലുകയോ? ഒരു ബ്രാഹ്മണനെ കൊല്ലുകയാൽ ബ്രാഹ്മണനായ എനിക്ക് അപ്രിയമാണ് അസുരന്മാർ ചെയ്യുന്നത്. ഈ ദ്രോഹത്തിന് തക്ക ശിക്ഷ ഇന്ദ്രനായാലും അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചു. കജൻ ജീവിച്ചു. എന്നാൽ അവൻ തൻ്റെ വയറ്റിലാണെന്ന സത്യം ശുക്രാചാര്യർ അറിഞ്ഞു. വയറ്റിൽ കിടന്നുകൊണ്ട് ഗുരുവിൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറഞ്ഞു. കജ, നീ എങ്ങനെ എൻ്റെ കുക്ഷിയിൽ വന്നു? ശുക്രാചാര്യർ ചോദിച്ചു. കജൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ കുക്ഷിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ശുക്രാചാര്യ ദേവയാനിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിനക്ക് എന്തു പ്രിയമാണ് ചെയ്യേണ്ടത്? കജൻ ജീവിച്ചാൽ ഞാൻ മരിക്കും. ഞാൻ എന്തു വേണം? ദേവയാനി പറഞ്ഞു, കജൻ്റെ നാശവും അച്ഛൻ്റെ മരണവും എനിക്ക് താങ്ങാനാവില്ല. കജൻ നശിച്ചാൽ എൻ്റെ സുഖം നശിച്ചു. അച്ഛൻ മരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശുക്രാചാര്യർ കജനോട് പറഞ്ഞു, ഹേ ബൃഹസ്പതി പുത്ര, നീ വിജയിച്ചു. നീ മിടുക്കൻ തന്നെ. എൻ്റെ മകൾ ദേവയാനി നിന്നെ അത്ര തീവ്രമായി സ്നേഹിക്കുന്നു. നീ മൃതസഞ്ജീവനി വിദ്യ സ്വീകരിക്കൂ. കജൻ്റെ രൂപത്തിൽ വന്ന ദേവേന്ദ്രനല്ല നീ എങ്കിൽ സഞ്ജീവനി വിദ്യ പഠിക്കൂ. എൻ്റെ വയറ്റിൽ പെട്ടുപോകുന്ന ഒന്നും പിന്നെ പുറത്തു വരുന്നതല്ല. ഇന്ദ്രനായാൽ പോലും രക്ഷയില്ല. ഒരേ ഒരു വിപ്രനു മാത്രമേ ഞാൻ ഈ വിദ്യ ഉപദേശിക്കൂ. വേഗത്തിൽ പഠിക്കൂ. നീ ഇന്നു മുതൽ എൻ്റെ പുത്രനായിരിക്കുന്നു. ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ചു കൊള്ളുക. എൻ്റെ ശരീരത്തിൽ നിന്നും നീ പുറത്തു വരുന്നതോടെ നീ എൻ്റെ പുത്രനായിത്തീരും. അങ്ങനെ ഉദരത്തിൽ കിടന്ന കജൻ സഞ്ജീവനി വിദ്യ പഠിച്ചു. ശുക്രാചാര്യർ വയറുകീറി കജനെ പുറത്തെടുത്തു. ബ്രഹ്മജ്ഞനായ ശുക്രാചാര്യർ ഉടൻ തന്നെ മരിച്ചു വീണു. ഉടനെ തന്നെ കജൻ മൃതസഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് ശുക്രാചാര്യരെ ജീവിപ്പിച്ചു. മന്ത്രസിദ്ധി നേടിയതിൽ സന്തോഷിച്ച് കജൻ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, ചിന്തിക്കുമ്പോൾ ഭവാൻ എൻ്റെ അച്ഛനാണ്, അമ്മയാണ്. കൃതജ്ഞനായ ഇവനിൽ ദ്രോഹം കരുതരുതേ. അധ്യയനം, വസ്തുജ്ഞാനം, അനുഷ്ഠാനം, ശിഷ്യപ്രതിപാദനം എന്നിങ്ങനെ 4 കർമ്മങ്ങളെ സംബന്ധിക്കുന്ന വിദ്യാസമ്പത്തുകളുടെ ആശ്രയമായി ആരാധ്യനായിരിക്കുന്ന ഗുരുവിനെ ആദരിക്കാത്തവൻ നിത്യമായ നരകത്തിൽ തന്നെ കിടക്കും. വൈശമ്പായനൻ പറഞ്ഞു, മദ്യപാനം മൂലം ചതിയിൽപ്പെട്ടുപോയ ശുക്രൻ ഘോരമായ നാശം മനസ്സിൽ കണ്ടു. വിദ്വാനായ കജനെ കൂടി മദ്യത്തിൽ കുടിക്കേണ്ടി വന്നത് തൻ്റെ മദ്യപാനശീലം കൊണ്ടാണ്. തൻ്റെ തെറ്റിനെ ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചു. ഈ ശീലം ബ്രാഹ്മണർ ഒഴിവാക്കണമെന്ന് തീർച്ചപ്പെടുത്തി അദ്ദേഹം ഈ പ്രകാരം ശപിച്ചു. ഇന്നു മുതൽ ഏതൊരു ബ്രഹ്മജ്ഞനാണ് മദ്യം കുടിക്കുന്നത്, മന്ദബുദ്ധിയായ അവൻ ധർമ്മം വിട്ട് ബ്രഹ്മഹത്യ പാപമേറ്റ് നിന്ദ്യനാകട്ടെ. ഞാൻ നിശ്ചയിച്ച ഈ വിധ ധർമ്മം എല്ലാവരും അറിയട്ടെ. അതുകഴിഞ്ഞ് ശുക്രാചാര്യന്മാർ അസുരന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ഹേ അസുരന്മാരെ, നിങ്ങൾ മൂഢാത്മാക്കളാണ്. വിദ്യാഭ്യാസം കൊണ്ട് സിദ്ധനായ കജൻ എൻ്റെ അടുക്കൽ വാഴും. അവൻ സഞ്ജീവനി വിദ്യ ലഭിച്ച യോഗ്യനാണ്. അവൻ ബ്രഹ്മകൽപ്പനായ ബ്രാഹ്മണനാണ്. അവനു നേരെ ഇനി ആരും ആയുധം ഉയർത്തരുത്. ഇതു കേട്ട് അസുരന്മാർ പിരിഞ്ഞുപോയി.
പിന്നീട് 1000 വർഷങ്ങൾ കജൻ ശുക്രാചാര്യരോടൊത്ത് ആശ്രമത്തിൽ കഴിഞ്ഞു. അതിനുശേഷം കജൻ ആശ്രമത്തു നിന്നും ദേവലോകത്തേക്ക് പോകുവാൻ ഗുരുവിനോട് അനുവാദം ചോദിച്ചു. ഗുരു അവനെ അനുഗ്രഹിച്ചു. പിന്നീട് യാത്ര ചോദിച്ചത് ദേവയാനിയോടാണ്. ദേവയാനിക്ക് കജൻ യാത്ര ചോദിക്കുന്നത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. ദേവയാനി പറഞ്ഞു, അങ്കിരസ് പുത്രനായ ഭവാൻ ഒന്നറിയുക, എൻ്റെ അച്ഛൻ മാന്യനാണ്. അപ്രകാരം തന്നെയാണ് എനിക്ക് ബൃഹസ്പതിയും. ബ്രഹ്മചാരിയായി ആശ്രമത്തിൽ അങ്ങ് കഴിഞ്ഞ കാലം ഓർമ്മയുണ്ടോ? അത്രയും കാലം വ്രതത്തോടുകൂടിയാണ് ഞാൻ അങ്ങയെ പരിപാലിച്ചതും. ഇത്രയും കാലം ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരുന്നവളാണ്. ഭവാനെ ആശ്രയിക്കുന്ന എന്നെ ഭവാൻ വിവാഹം കഴിക്കണം. ദേവയാനിയുടെ ആവശ്യം കേട്ട കജൻ പറഞ്ഞു, ദേവയാനി, നിന്റെ പിതാവ് എപ്രകാരം എനിക്ക് പൂജ്യനായിരിക്കുന്നുവോ അപ്രകാരം തന്നെ എനിക്ക് പൂജ്യയാണ് നീയും. നീ എൻ്റെ ഗുരുപുത്രിയാണ്. ഗുരു ശിഷ്യന് എപ്രകാരം മാന്യനാണോ അപ്രകാരം തന്നെ മാന്യയാണ് ഗുരുപുത്രിയായ നീയും. അങ്ങനെയുള്ള നീ ഇപ്രകാരം പറയരുത്. ദേവയാനി പറഞ്ഞു, നീ ഗുരുപുത്രൻ്റെ പുത്രനാണ്. എൻ്റെ അച്ഛന് നീ അതുമൂലം പുത്രനല്ല. അച്ഛന് ഭവാൻ മാന്യനും പൂജ്യനുമായ ബന്ധുവാണ്. അപ്രകാരം തന്നെയാണ് വിശേഷാൽ എനിക്കും. നിന്നെ അസുരന്മാർ കൊന്നപ്പോഴൊക്കെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയാണ് അച്ഛൻ നിന്നെ ജീവിപ്പിച്ചത്. അത് നീ മറക്കുകയാണോ? സ്നേഹത്താലും അനുരാഗത്താലും നിന്നോട് എനിക്കുള്ള ഭക്തി നിനക്കറിയാം. നിന്നോട് യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഉപേക്ഷിക്കരുത്. ഇത് കേട്ട് കജൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യാനാണ് നീ എന്നോട് പറയുന്നത്. ഞാൻ ശുക്രമഹർഷിയുടെ വയറ്റിൽ നിന്നാണ് പുനർജന്മമെടുത്തത്. നീ ആദ്യം എവിടെ നിന്ന് ഉത്ഭവിച്ചുവോ അവിടെയല്ലേ ഞാനും പിറന്നത്. ഹേ ധർമ്മസോദരി, നീ ഇപ്രകാരം പറയരുത്. ഞാൻ ഭവതിയോട് നന്ദിയോട് യാത്ര പറയുകയാണ്. ധർമ്മം തെറ്റാത്ത വിധം മാത്രമേ നീ എന്നെപ്പറ്റി ചിന്തിക്കാവൂ. ദേവയാനിയിൽ കോപമുണ്ടായി. അവൾ പറഞ്ഞു, ഹേ കച, ധർമ്മകാമത്തിന് അർത്ഥിക്കുന്ന എന്നെ നീ കൈവെടിയുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ വിദ്യ നിശ്ചയമായും ഫലിക്കുകയില്ല. കജൻ പറഞ്ഞു, ഗുരുപുത്രിയാണെന്ന് വിചാരിച്ചും നിന്നെ വിവാഹം ചെയ്യണമെന്ന് എൻ്റെ ഗുരു പറയാതിരുന്നത് കൊണ്ടുമാണ് ഞാൻ ഭവതിയെ വിട്ടത്. കുറ്റം കൊണ്ട് വിട്ടതല്ല. നീ നിന്റെ ഇഷ്ടം പോലെ ശപിച്ചുകൊള്ളുക. ഋഷിധർമ്മമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നെ വെറുതെ ശപിക്കുകയാണ്. നിശ്ചയമായും നിന്റെ ശാപം ധർമ്മത്താലല്ല കാമത്താലാണ്. അതുകൊണ്ട് നിന്റെ കാമം പോലെ ശാപവും ഫലിക്കുന്നതല്ല. ഋഷിപുത്രന്മാരിൽ ആരും നിന്നെ വിവാഹം കഴിക്കുകയില്ല, തീർച്ചയാണ്. വിദ്യ ഫലിക്കയില്ലെന്ന് പറഞ്ഞതും ശരിയാകില്ല. ഞാൻ പഠിപ്പിക്കുന്നവന് ഈ വിദ്യ പിന്നെ ഫലിക്കുന്നതാണ്. ദേവയാനിയോട് ഇപ്രകാരം പറഞ്ഞിട്ട് കജൻ ആശ്രമം വിട്ട് ദേവലോകത്തേക്ക് പോയി.